റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാസർഗോഡ് MDMA കേസ് പ്രതികൾക്ക് ലഹരി ഇടപാടിൽ നൈജീരിയൻ ബന്ധം. പ്രതി സൈനുൽ ആബിദ് ബംഗളൂരുവിലെത്തി നൈജീരിയൻ സംഘത്തിൽ നിന്നും MDMA വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഇടനാലക്കാരില്ലാതെയാണ് നൈജീരിയൻ സംഘവുമായുള്ള ആബിദിന്റെ ഇടപാട്. ബംഗളൂരിൽ നിന്നും MDMA സ്വകാര്യ ബസ്സിലാണ് എറണാകുളത്ത് എത്തിച്ചത്. ബംഗളൂരിൽ നിന്നുള്ള ലഹരിക്കടത്തിൽ മറ്റു യുവതിയുടെ സഹായം ലഭിച്ചുവെന്നും സൂചനയുണ്ട്. പ്രതികളെ റിമാൻഡ് ചെയ്യുന്നതിന് മുൻപ് ചോദ്യം ചെയ്തപ്പോഴാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുണി, പ്രതികൾ MDMAയുടെ ഏജന്റുമായി നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അവർക്ക് ലഹരി ഉപയോഗിക്കാനല്ല, വിതരണത്തിനാണ് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും അത് വിതരണത്തിന് വേണ്ടി ഈ ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ ലഹരി മരുന്നാണ്. അത് കേവലം ഒരു ജില്ലയിൽ മാത്രമല്ല, പല ജില്ലകളിലായി ഈ ഇടനിലക്കാർ വഴിയാണ് വിതരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള സൈനുൽ ആബിദ് ആദ്യം കാസർഗോഡ് നിന്ന് പിടികൂടിയത് 3 പ്രതികളെയാണ്. അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് സൈനുൽ ആബിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇയാളെ ഉൾപ്പെടെ ഈ പ്രതികളെ പോലീസ് പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ സൈനുൽ ആബിദ് ബംഗളൂരുവിൽ നിന്നാണ് ലഹരി മരുന്ന് വാങ്ങിയത്. ബംഗളൂരു മടിവാളയിലുള്ള നൈജീരിയൻ സംഘത്തിൽ നിന്നാണ് വലിയ തോതിൽ ലഹരി മരുന്ന് വാങ്ങിയത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ബംഗളൂരുവിൽ നിന്ന് നമുക്കറിയാം, കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് എത്തുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. അതിന്റെ പല ഉറവിടം തേടിപ്പോയാൽ അത് എത്തുന്നത് ഇത്തരത്തിലുള്ള നൈജീരിയൻ സംഘങ്ങളിലാണ്. പക്ഷേ അതിനിടയിൽ പലപ്പോഴും ഈ ഇടനിലക്കാർ ഉണ്ടാവാറുണ്ട്. പക്ഷേ സൈനുൽ ആബിദ് നേരിട്ടാണ് ഈ നൈജീരിയൻ സംഘത്തിൽ നിന്ന് ലഹരി മരുന്ന് MDMA വാങ്ങിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് നേരിട്ട് നൈജീരിയൻ സംഘത്തിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള, അത് കൂടുതൽ അളവിലുള്ള MDMA ലഹരി മരുന്നായിരിക്കും എന്നതാണ് പോലീസിന്റെ നിഗമനം. അതായത് നിലവിൽ കാസർഗോഡ് നിന്ന് പിടികൂടിയത് മാത്രമല്ല, അതിനു മുമ്പ് പല ഇടപാടിനായി ബംഗളൂരുവിൽ നിന്ന് ഇത്തരത്തിൽ ലഹരി മരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലെ നിഗമനം. അതിലൊരു യുവതിയുടെ സഹായം കൂടി ലഭിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിനുണ്ട്. അതായത് ഈ മടിവാളയിൽ നിന്ന് യുവതിയുടെ സഹായത്തോടെ നൈജീരിയൻ സംഘത്തിൽ നിന്ന് ഈ വലിയ തോതിൽ ലഹരി മരുന്ന് വാങ്ങുന്നു. അതിനുശേഷം ബസ് മാർഗമാണ് ഈ എറണാകുളത്തേക്ക് ഈ ലഹരി മരുന്ന് എത്തിച്ചത്. അതിനുശേഷം ഈ മറ്റ് ജില്ലകളിൽ 7 ജില്ലകളിൽ ഇടനിലക്കാരുണ്ട്. ആ ജില്ലകളിലെല്ലാം വിതരണം ചെയ്ത് ഒടുവിൽ കണ്ണൂരും വിതരണം ചെയ്ത് കാസർഗോഡ് എത്തിയപ്പോഴാണ് ഡാൻസ് ഓഫ് സംഘത്തിന് ആ വിവരം ലഭിക്കുകയും ഇവരെ കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓരോ ദിവസവും ഈ ലഹരി സംഘത്തിന്റെ കാസർഗോഡ് നിന്ന് പിടികൂടിയ സംഘത്തിനെ സംബന്ധിച്ചുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ വലിയ വൻതോതിലുള്ള ലഹരി കടത്തിന്റെ വിവരങ്ങളാണ് എന്തായാലും പുറത്തു വരുന്നത്. കൂടുതൽ അന്വേഷണത്തിലാണ് എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.